കഴിഞ്ഞ മാസം ഞങ്ങളുടെ തേങ്ങയൊക്കെ ഇവനാ മോഷ്ടിച്ചത്. വല്ല കാര്യമുണ്ടോ പിള്ളേരെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചിട്ട്? ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യാനാ, മോഷ്ടിക്കാനല്ലാതെ. കാളുകൾ രണ്ടും ചത്തു, കൊപ്പറ വാങ്ങിക്കാൻ കാശുമില്ല. നിനക്ക് വല്ല കൂലി വിലയ്ക്ക് പോകാമല്ലേ? വേറെ എന്ത് ജോലി ചെയ്യാനാ? ആകെ അറിയാവുന്ന ചക്കാട്ടില്ല. പിന്നെ ഇപ്പൊ മോഷണോ? ആ, നിന്റെ ഇഷ്ടം പോലെ ജീവിക്കുക, ഞാനൊന്നും പറയാനില്ല. മഴ പെയ്ത വീട്ടിൽ കുത്തിയിരിക്കാനേ പറ്റൂ, പന കയറാനൊന്നും നോക്കണ്ട. നിങ്ങൾ വീട്ടിൽ വല്ലപ്പോഴും കുത്തിരിക്കുന്നത് എനിക്കിഷ്ടം. എന്തിനാ? വെറുതെ കാണാൻ. മഴ വരുന്നു, വേഗം ആവട്ടെ. ആ ശരിയാ, മഴ വന്ന് നനഞ്ഞു. വേഗമാട്ടെ വേഗമാട്ടെ വേഗമാട്ടെ. നല്ല സുഖമുള്ള തണുപ്പ് അല്ലേ? എന്താ വിറയ്ക്കുന്നോ? വാദമായിരിക്കും, അതാണ് ഈ വിറ. അവൻ പറഞ്ഞ സത്യമായിരിക്കും. അതിനെന്താ ദേഷ്യപ്പെടുന്നത്? ഇതാ നല്ല ചൂട്, നല്ല രസം. സൂത്രമൊക്കെ മനസ്സിലായി. ഇനിയൊരു ഗ്ലാസ് കാപ്പി കൂടെ വേണം അല്ലേ? ആറ്റി മലവെള്ളം ഇറങ്ങി കാണും. ഇറങ്ങട്ടെ, അതിനെന്താ? എടീ, മലവെള്ളത്തിൽ എന്തൊക്കെ ഒലിച്ചിട്ട് നിനക്കറിയോ? ഈട്ടി, തേക്ക്, പശു, ആട്, ചക്ക. വേണ്ട വേണ്ട, നിങ്ങൾ അതൊന്നും പിടിക്കാൻ പോണ്ട. ഞാൻ പിടിച്ചെടുത്ത് തടിയോണ്ട് ഉണ്ടാക്കിയതാ ഈ കട്ടില്. തൽക്കാലം ഒരു കട്ടിലുണ്ടല്ലോ, അത് മതി. ഹേ, ഇതച്ചൂടെ വലിയൊരു കട്ടിലുണ്ടാക്കുന്നു. ഇത് രണ്ടുപേർ കിടക്കാൻ പോരാ. ഞാൻ എത്ര പ്രാവശ്യം താഴെ വീണത് നിനക്കറിയോ? അതങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ നിനക്ക് വല്ല ബോധമുണ്ടോ? അമ്മേ, എന്താടി പെണ്ണെ? ദേ തടി പിടിക്കാൻ വേണ്ടി ആറ്റി പോയിരിക്കുന്നു. ആഹാ, ഞാൻ വിചാരിച്ചു അവൻ രാത്രി തന്നെ അങ്ങ് പോയെന്ന്. ആഹാ, അമ്മയ്ക്ക് പറ്റിയ മോൻ തന്നെ. എടി, അവൻ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. അമ്മ ഇത് പിടിച്ചോ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. എടി പെണ്ണെ, കണ്ടു മുഖമടക്കൊന്നും വേണ്ട. വെറുതെ വീട്ടിൽ കുത്തിയിരുന്നെങ്കിൽ ഇതെങ്ങാനും കിട്ടുമായിരുന്നു. നാളെ തൊട്ട് കൊടയും പിടിച്ചാണോ തല കയറാൻ പോകുന്നത്? അത് നമ്മുടെ മോൻ സ്കൂളിൽ പോകുമ്പോ അവര് കൊടുക്കാം. അതിപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്നേക്കാം. ഇത്രയ്ക്ക് മതി, ഇനി വീട്ടിൽ പോവാനേ. നല്ല ഉണക്കത്തേങ്ങയാ. അയ്യോ, എന്റെ മായ. വീട്ടിൽ പോ.
കൊണ്ടുപോയി. അങ്ങനെ തന്നെ വേണം. കവലം നിന്നെ പൊട്ടിച്ചതാ. വേണ്ട വേണ്ട, ഒരു കാര്യം ചെയ്യ്, രാത്രി വരെ ഇവിടെ ഇരുന്നിട്ട് പിന്നീട് വീട്ടിൽ വന്നാൽ മതി. ഞാൻ പോന്നു. അത് താ, താ. എന്താ തന്നെ? അപ്പന് തീരെ സുഖമില്ല. ഞാൻ വരാം. ഒരു 2000 രൂപ കൊടുത്താൽ നേശമണിക്ക് ആ ജോലി കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ കുറേശ്ശെ അങ്ങോട്ട് തിരിച്ചടച്ചോളാം. ദയവ് ചെയ്ത് 2000 രൂപ തന്നെ എന്നെ സഹായിക്കണം. വസ്തു വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ അത് വാങ്ങാം, അല്ലാതെ യാതൊരു ഏർപ്പാടും എനിക്കില്ല. വസ്തു ഒന്നുമില്ല, ഞാനും മോനും കൂടെ വേല ചെയ്ത് വീട്ടിക്കൊള്ളാം. ജോലി ചെയ്യാനോ? എപ്പോഴാ പനയുടെ മുകളിൽ നിന്ന് വീണ് ചാവുന്നതെന്ന് ആർക്കറിയാം? പിന്നെ ഞാൻ ആരോട് ചോദിക്കും? എനിക്കെന്തെങ്കിലും ഈട് തരണം. ഈടൊന്നുമില്ല. എന്നാ പൊക്കോളൂ, പൊക്കോളൂ. നിങ്ങൾക്കൊരു ഷർട്ട് ഇട്ടൂടെ? ആ കല്യാണത്തിന്റെ അന്നൊരു ഷർട്ട് ഇട്ടതിന്റെ പാട് എനിക്കും ദൈവത്തിന് മാത്രം അറിയാം. 4, 5 ആനത്തടി. ഒന്ന് വേഗം വേണം, എനിക്ക് കുളിച്ചിട്ട് കല്യാണത്തിൽ പോകാനുള്ളതാ. അമ്പിട്ട എനിക്കൊന്ന് ഷേവ് ചെയ്യണം. അതിനെന്താ, അതല്ലേ എന്റെ തൊഴിൽ. ആ വേലയ്ക്ക് 2 പിള്ളേരെ കിട്ടിയാ കൊള്ളായിരുന്നു. ഒന്നൊരു ഡോക്ടർക്കും ഒന്നൊരു മൈസേറ്റിനുമാ. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീട്ടിൽ തിരക്കിയ പിള്ളേരെ കിട്ടും. 20 രൂപ ശമ്പളം, 3 നേരം വയറ് നിറച്ച് ഭക്ഷണം, ആണ്ടിലൊരു ഉടുപ്പ്, ഇത്രയും കൊടുക്കാം. ആ ചേട്ടാ, അത് നല്ല ശമ്പളമാണല്ലോ. കല്യാണം നേരം ഒന്ന് വേണം കേട്ടോ. എടോ, തന്റെ മക്കളെ ആരെങ്കിലും അയക്കുന്ന, തനിക്കായതുകൊണ്ട് ഒരു 5 രൂപ കൂടി കൊടുത്തരാം. ഈ ചേർക്കുന്ന ജോലിയാ ഏറ്റവും മോശം. അതോടെ മോശമാ വീട്ടുവേല. അവസാനം അവന്മാര് പിള്ളേരെ ചൂട് വെച്ചിട്ട് കൊടുക്കും. ഒരു കാര്യം. എന്താ കാര്യം? വാമ്പിട്ട അവിടെ ഒരു ജോലിയുണ്ട്. എവിടെ? നമ്മുടെ കള്ളം പിള്ളേരെ 20 സേവനം പിടിച്ചു. അവന് തലവൊന്ന് മുട്ടയടിക്കണം. ഇവിടെ 1.5 ജോലി ബാക്കിയുണ്ട്. ബാക്കി അയ്യോ, എന്റെ കയ്യിൽ നിന്ന് വിട്ട്. എത്ര വഴിക്ക് വാ.